ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങൾ പ്രണയത്തിലാണോ? ചില വ്യക്തികൾക്ക് തന്നെ ഉള്ള ഒരു സംശയമാണ്, അവരെ ഏതെങ്കിലും പെൺകുട്ടീനെ അല്ലെങ്കിൽ ഇപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടീനെ സ്നേഹിക്കുന്നുണ്ടോ? ഇത് എല്ലാവർക്കും എപ്പോഴും തോന്നുന്ന ഒരു സംശയമാണ്. ഇനി അവളെ അല്ലെങ്കിൽ അവനോട് എൻ്റെ ഉള്ളിൽ പ്രണയം ഉണ്ടോ? ഞാൻ അവരെ പ്രണയിക്കുകയാണോ? ഈ സംശയത്തിൻ്റെ ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ പ്രണയത്തിലാണ് എങ്കിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റിയ കുറച്ചധികം സൈനുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു സൈൻ എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്നാമത്തെ സൈന് എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, തിങ്ക് എബൌട്ട് ദം ആണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട്, ഇപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയോട് അല്ലെങ്കിൽ പെൺകുട്ടിക്കാണെങ്കിൽ ആൺകുട്ടിയോട് ഉള്ളിൽ പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം പിന്നെ അവരെക്കുറിച്ചിട്ടായിരിക്കും ചിന്തിക്കുക. ഊണിലും ഉറക്കത്തിലും ഒക്കെ അവരായിരിക്കും. അവരില്ലാത്ത ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ പിന്നെ ഉണ്ടാവില്ല. എപ്പോഴും ഏത് സമയവും, അതായത് 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റൊക്കെ കൂടുമ്പോഴത്തേക്ക് ഫുൾ ടൈം ഇങ്ങനെ അവർ തന്നെ ഓർക്കും. പ്രത്യേകിച്ച് ഒരു കാര്യവും വേണ്ട, ഇല്ലാതെ തന്നെ അവരുടെ ഫേസ് എപ്പോഴും ഉള്ളിലേക്ക് കടന്നു വരും. ഇങ്ങനെ 24 മണിക്കൂറും നിങ്ങൾ ആരെങ്കിലും കുറിച്ച് മാത്രമായിട്ട് എപ്പോഴും ചിന്തിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് പ്രണയത്തിലാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ കൂടെ ഉള്ളപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതായത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ പോകുമ്പോഴത്തേക്കും അത്യാവശ്യം ഹാപ്പി ആയിരിക്കും അല്ലേ? പക്ഷേ ഈ ഒരു വ്യക്തിയോട്, അതായത് നിങ്ങൾ പ്രണയിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഒപ്പം നിങ്ങൾ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു സന്തോഷം എത്രയാണ് എന്ന്. ഇങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോടോ അല്ലെങ്കിൽ ആൺകുട്ടിയുടെയൊക്കെ അടുത്ത് ഇങ്ങനെ പോയി ഇരിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും ഹാപ്പി ആകുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആ ഒരു വ്യക്തിനെ പ്രണയിക്കുകയാണ് എന്നതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ സൈന് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്തേക്കണേ. മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എപ്പോഴും അവരുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് തോന്നും. അതായത് നമ്മൾ പൊതുവെ നമ്മുടെ ഫാമിലി, പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഇരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? പക്ഷേ അതിലും കൂടുതൽ ഇഷ്ടമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്തോ ഒരു പ്രത്യേക സന്തോഷം, ഭയങ്കരമായിട്ട് മനസ്സെപ്പോഴും പറയുകയാണ് ആ ഒരു വ്യക്തിയെ കാണണം, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സ് എപ്പോഴും പറയുകയാണ് ഒരു വ്യക്തിയോട് കൂടെ, അതായത് ആ ഒരു വ്യക്തിയുടെ കൂടെ പോയി ഇരിക്കാനും മിണ്ടാനും ഒക്കെ. അവരുമായിട്ട് മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും ടൈം സ്പെൻഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആ ഒരു വ്യക്തിയോട് പ്രണയത്തിലാണ്. അതായത് നിങ്ങളും ആ ഒരു വ്യക്തിയായിട്ട് പ്രണയത്തിലാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, ഒരു ഡീപ്പ് കണക്ഷനാണ്. അതായത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ അടുത്തിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയം ഒക്കെ നിങ്ങൾക്ക് അവരോട് ഒരു വല്ലാത്തൊരു കണക്ഷൻ ഫീൽ ചെയ്യും. അതായത് ഇപ്പോൾ കണ്ട് പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളൊക്കെ ആയിട്ടുള്ളൂ, എന്നിരുന്നാലും നിങ്ങൾക്ക് അവരോട് മിണ്ടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അടുത്തൊക്കെ പോയി ഇരിക്കുമ്പോഴത്തേക്കും എന്തോ വർഷങ്ങളുടെ ഒരു പഴക്കം ഫീൽ ചെയ്യുകയാണ്. നിങ്ങൾ അത്രയും കംഫോർട്ടാണ് അവരുടെ അടുത്ത് സംസാരിക്കാനും മിണ്ടാനും ഒക്കെ ആയിട്ട്. നിങ്ങൾക്ക് ആകെ ഒരു ഡീപ്പ് കണക്ഷൻ അവരോട് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആ ഒരു വ്യക്തിനെ പ്രണയിക്കുകയാണ് എന്നതാണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, യു കാൺട്ട് ഇമാജിൻ യുവർ ലൈഫ് വിത്തൗട്ട് ദം. അതായത് നിങ്ങളുടെ ലൈഫിൽ അവരില്ലാത്ത ഒരു നിമിഷത്തെക്കുറിച്ച് പോലും നിങ്ങൾക്ക് വെറുതെ ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതായത് നിങ്ങളുടെ കൂടെ അവരെപ്പോഴും ഉണ്ടാവണം എന്ന് മാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ, അല്ലാതെ അവരില്ലാത്തൊരു ലോകം അത് നിങ്ങൾക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ
അതിനർത്ഥം നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് പ്രണയത്തിലാണ് എന്നതാണ്. ഇതാണ് നമ്മുടെ 5-ാമത്തെ കാര്യം. ഇനി 6-ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 6-ാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, ഇത് പ്രണയിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഡേ ഡ്രീംസ് ആണ്. അതായത് പകൽ കിനാവ് അല്ലെങ്കിൽ പകൽ സ്വപ്നം എന്നൊക്കെ പറയും. നിങ്ങൾ വെറുതെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിലൊക്കെ ആ ഒരു വ്യക്തിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ കല്യാണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായ മക്കൾ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുന്നത് തുടങ്ങി കല്യാണത്തിന് മുമ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിനെ പ്രണയിക്കുമ്പോൾ മുതൽ ഇങ്ങനെ ഓരോ സ്വപ്നം കാണും ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ജീവിതത്തിനെ കുറിച്ചിട്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിനെ എപ്പോഴും ഇങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ്. അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ പാചകം ചെയ്യുകയാണ്. അങ്ങനെ പാചകം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തോന്നുകയാണ് എന്താ നിങ്ങളുടെ അടുത്ത് ആ ഒരു വ്യക്തി വന്ന് നിൽക്കുകയാണ്, നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളുടെ ഒപ്പം എന്താ പാചകം ചെയ്യാൻ വേണ്ടിയൊക്കെ കൂടുന്നു, നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് പാചകം ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നും. ഇങ്ങനെയൊക്കെ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഏത് സമയം നിങ്ങളുടെ സ്വപ്നത്തിൽ അവർ വരികയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, അതിനർത്ഥം നിങ്ങൾ ആ ഒരു വ്യക്തിനെ പ്രണയിക്കുകയാണ് എന്നതാണ്. ഇതാണ് നമ്മുടെ 6-ാമത്തെ കാര്യം. അപ്പോൾ ഈ പറഞ്ഞ 6 സൈനിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ആകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളായി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോയ്ക്ക് ലൈക്ക് കൂടി ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.